ഇപ്പോഴേ ഫ്ലൂവിൻ്റെ സീസണാണ്, അതായത് വൈറൽ ഇൻഫെക്ഷൻ്റെ സീസണാണ്. എല്ലാവർക്കും പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന എന്നീ ബുദ്ധിമുട്ടുകളായിട്ടാണ് ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നത്. ഇതിന് മിക്കതും വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. അതിനൊന്നും ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് അല്ല, അതിൻ്റെ ആവശ്യമില്ല. ബോഡി തന്നെയാണ് അതിനെ ക്യൂർ ചെയ്ത് മാറ്റുന്നത്. പക്ഷേ ഇത് പേഷ്യൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അവർ കഷ്ടപ്പെട്ട് വന്ന് കൺസൾട്ടേഷൻ ഫീ തന്ന് ഡോക്ടറെ കാണുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തില്ല, ആൻറ്റിബയോട്ടിക് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് അവരുടെ മുഖഭാവം കാണുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക് എഴുതിയില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം, കൺസൾട്ടേഷൻ വേസ്റ്റായി, ഡോക്ടർക്ക് ചികിത്സിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പം അവരങ്ങനെ ഒടുവിൽ റിക്വസ്റ്റ് ചെയ്യും, ഡോക്ടറെ കഴിഞ്ഞ വട്ടം ആൻറ്റിബയോട്ടിക് എടുത്തപ്പോഴാണ് അത് മാറിയത്, അതുകൊണ്ട് ഇത്തവണ ആൻറ്റിബയോട്ടിക് വേണ്ടി വരും എന്നുള്ള രീതിയിൽ അവരിങ്ങോട്ട് ഒരു ഹിൻഡ് തരും. അപ്പം പല ഡോക്ടേഴ്സും അത് വഴങ്ങിക്കൊടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവർക്കത് കൺവിൻസ്ഡ് ആവത്തില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസം. ഒരിക്കലും ആൻറ്റിബയോട്ടിക്സ് അനാവശ്യമായിട്ട് കഴിക്കരുത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ആൻറ്റിബയോട്ടിക്സ് അനാവശ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ബോഡിക്കകത്തുള്ള ഗുഡ് ബാക്ടീരിയ, നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിന് എതിരായിട്ട് നമ്മുടെ ബാക്ടീരിയകൾക്കെല്ലാം ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ആവും. ഒടുവിൽ ആവശ്യമുള്ള സമയത്ത് ഈ ആൻറ്റിബയോട്ടിക്സിന് ആക്ഷൻ ഇല്ലാതാവുകയും ഈ ബാക്ടീരിയ നശിച്ചു പോകാത്ത രീതിയിൽ അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തും ഈ പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഇൻ കേസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്, ആൻറ്റിബയോട്ടിക് കഴിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിക്കണം, ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ? ഇത് ആൻറ്റിബയോട്ടിക് ഇല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലേ? കഫം കെട്ടുവാണ്, അല്ലെങ്കിൽ പഴുപ്പ് വരുവാണെങ്കിൽ ഞാൻ രണ്ടാമത് വരാൻ തയ്യാറാണ്, മാക്സിമം ആൻറ്റിബയോട്ടിക് ഇല്ലാതെ നോക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കൺസൾട്ടേഷൻ വേസ്റ്റായി, ആ ഒരു പോക്ക് വേസ്റ്റായി എന്നൊരിക്കലും ചിന്തിക്കരുത്.